ഇന്ത്യൻ ട്വന്റി ക്യാപ്റ്റനാകാൻ സഞ്ജു സാംസൺ. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഇന്ത്യൻ ക്യാപ്റ്റനാകുമോ? ICC ട്വന്റി ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് നേടിയതോടെ സഞ്ജുവിലേക്കാണ് കണ്ണുകൾ. ശ്രേയസ് അയ്യർ, തിലക് വർമ്മ എന്നിവർ ക്യാപ്റ്റൻസി മത്സര രംഗത്തുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എല്ലാ മലയാളികളും ആകാംക്ഷയോടുകൂടി ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്ന സമയമാണ്. സഞ്ജുവിന് നല്ല കാലമാണോ? പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനം തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. BCCI കടുത്ത നിലപാടാണ് സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ എടുത്തത്. ഒന്നാമത്തെ കാര്യം T20 ലോകകപ്പിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചില്ല. ആകെ കളിച്ചത് USA-ക്കെതിരെ മാത്രമാണ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ആകെ 13 മത്സരത്തിൽ നിന്നും ആവറേജ് 20 മാത്രമേ സൂര്യകുമാർ യാദവിനുള്ളൂ. ഈ സാഹചര്യത്തിലാണ് BCCI കടുത്ത നിലപാടെടുക്കുന്നതും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം തെറിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയാണ് 3 പേരിലേക്ക് നറുക്ക് പോകുന്നതും ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നിൽക്കുന്നത് 3 പേരാണ്. ഒന്ന് ശ്രേയസ് അയ്യർ, മറ്റൊന്ന് തിലക് വർമ്മ, മറ്റൊന്ന് സഞ്ജു സാംസൺ എന്നാണ്. സഞ്ജു സാംസണിന്റെ പ്രകടനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു. 5 കളികളിൽ നിന്ന് 321 റൺസ്. അതിൽ വെർച്വൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലിൽ 89, 97, 97 എന്നീ 3 സ്കോറുകൾ എടുത്തതോടുകൂടി സഞ്ജുവിന്റെ ഡിമാൻഡ് കൂടുതലായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് T20 സ്ക്വാഡിലേക്ക് ക്യാപ്റ്റൻ ആകുമോ എന്ന് നിർണായക ചോദ്യം നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാളി താരം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നു എന്നുള്ള ഒരു റെക്കോർഡ് കൂടി സ്വന്തമാകുന്നു. അതിലേക്ക് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടെ കടുപ്പമാണ്. ശ്രേയസ് അയ്യറും തിലക് വർമ്മ എന്ന 2 താരങ്ങൾ നിൽക്കുന്നു. ശ്രേയസ് അയ്യർ നിലവിൽ T20 ടീമിൽ പോലും ഇടമില്ല. പക്ഷേ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ശ്രേയസ് അയ്യർ നൽകുന്ന സംഭാവനകൾ ആസ് എ ക്യാപ്റ്റൻ അത് കണക്കിലാക്കിക്കൊണ്ടാണ് ശ്രേയസ് അയ്യറിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാപ്റ്റൻസി സ്ഥാനം തന്നെ നൽകിക്കൊണ്ട് ടീമിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ള ചോദ്യം BCCI മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തിലക് വർമ്മ ഡൊമസ്റ്റിക് ടീമിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഗംഭീരമായിട്ട് കളിക്കുന്ന, അതോടൊപ്പം തന്നെ ഇടംകൈയ്യൻ ടോപ്പ് ഓർഡർ ബാറ്റർ തിലക് വർമ്മയിൽ നിന്നും കൂടുതൽ സംഭാവനകൾ പ്രതീക്ഷിക്കാനും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി സ്കിൽ, അദ്ദേഹം ഇതുവരെ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിൽ തിലക് വർമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടുതൽ സാധ്യത സഞ്ജുവിന് പറയാൻ കാരണം ഒന്ന്, ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലും ക്യാപ്റ്റനായിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിലും ക്യാപ്റ്റനായി നിന്ന പ്ലെയറാണ് സഞ്ജു. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ശ്രേയസ് അയ്യറിന് ഒരു ഡിഫക്റ്റ് പറയാനുള്ള അദ്ദേഹം T20 സ്ക്വാഡിലില്ല. തിലക് വർമ്മ ആവട്ടെ മുൻപ് ക്യാപ്റ്റൻ ആയിട്ടുമില്ല. ഇങ്ങനെ 2 പശ്ചാത്തലത്തിലും ടിക്ക് ബോക്സ് പോകുന്ന സഞ്ജു സാംസൺ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാകുമോ എന്ന ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്തായാലും കോച്ചായ ഗൗതം ഗംഭീർ സഞ്ജു സാംസനെ ബാക്ക് ചെയ്യുന്നതായിട്ടും അജിത് അഗാർക്കർ ശ്രേയസ് അയ്യറിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത്. 30ാമത്തെ വയസ്സിൽ T20 ഡെബ്യൂ ചെയ്ത് 35-നുള്ളിൽ ക്യാപ്റ്റനുമായി അദ്ദേഹം പടിയിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ പകരമാര്? ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ പ്രസക്തി. അതിലാണ് 3 പേർ നിൽക്കുന്നത്. അതിൽ ഫ്രണ്ട് റണ്ണറായിട്ടും സഞ്ജു സാംസൺ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അയർലൻഡും ഇംഗ്ലണ്ടും എതിരായിട്ടുള്ള ടൂർണമെന്റുകളൊക്കെ വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ T20 നയിക്കാൻ അത് സഞ്ജു സാംസൺ ആ നറുക്ക് വീഴുമോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. സ്റ്റാറ്റ്സ് പ്രകാരം സഞ്ജുവിന് അതിന് കൃത്യമായ യോഗ്യതയുമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും? ഈ IPL തന്നെ 2 സെഞ്ചുറികൾ, ഒരു അർദ്ധ സെഞ്ചുറി ഒക്കെ നേടിയ പ്ലെയർ കൂടിയാണ് സഞ്ജു. പക്ഷേ സൂര്യകുമാർ യാദവിനാവട്ടെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല. അങ്ങനെ T20 ലോകകപ്പിലും IPL-ലും ഉള്ള മങ്ങിയ പ്രകടനം അത് തന്നെയാണ് സൂര്യകുമാർ യാദവിന് വലിയ തിരിച്ചടിയായി മാറിയത്. അത് സഞ്ജുവിലേക്ക് നറുക്ക് വീഴുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് മലയാളികൾ. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഫേസ്ബുക്ക് പേജിലും മറ്റ് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ഒക്കെ തന്നെ ആളുകൾ സഞ്ജു ക്യാപ്റ്റൻ ആവണമെന്നുള്ള മുറവിളി കൂട്ടിയിട്ടുണ്ട്. ശക്തമായ കമന്റ്സ് ഒക്കെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ അതൊരു മാനദണ്ഡമായിരിക്കില്ല. എന്നാൽ പോലും ജനവികാരം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആകണം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴേക്കും ഒരു ചരിത്രം അത് പിറക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുന്നതിനാണ്. ശരി, എന്തായാലും പൊളിറ്റിക്സിൽ ഇപ്പോൾ ജനവികാരത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമയമാണ്. ആ ജനവികാരം ക്രിക്കറ്റിലും കേരളത്തിന് അനുകൂലമാകുമോ, സഞ്ജുവിന് അനുകൂലമാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.